ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മാർച്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ഏതൊക്കെയാണ് 2025 മാർച്ച് മാസത്തിലെ പ്രധാന കറണ്ട് അഫേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ദളിത് ചിന്തകനുമായ വ്യക്തി. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ദളിത് ചിന്തകനുമായ വ്യക്തി ആരാണ്? കെ കൊച്ചാണ്. കെ കൊച്ചാണ് 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ദളിത് ചിന്തകനുമായ വ്യക്തി കെ കൊച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. വിനോദ് കുമാർ ശുക്ലയാണ് 59ാമത് 2024 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്. ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 11 ലക്ഷം രൂപയാണ്. 11 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. വിനോദ് കുമാർ ശുക്ലയാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മാർച്ചിൽ പുതിയ ഇനം പവിഴജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് പുതിയ ഇനം പവിഴജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല. എവിടെയാണ്? തിരുവനന്തപുരം. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. 2025 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ തീം എന്താണ്? പ്രമേയം എന്താണ്? യെസ്, വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. 2025 മാർച്ച് 24 ക്ഷയരോഗ ദിനത്തിൻ്റെ തീമാണ് യെസ്, വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹാസ്യചിത്രം ഏതാണ്? നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹാസ്യചിത്രമാണ് യോദ്ധാവ്. ലഹരി വിരുദ്ധ ഹാസ്യചിത്രമാണ് യോദ്ധാവ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, വിനോദ് കുമാർ ശുക്ല. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്ന നഗരം. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം ഏതാണ്? പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ. ഇറ്റലിയിൽ നിന്ന് പുറത്തിറക്കുന്ന ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രമാണ് ഇറ്റലിയിൽ നിന്ന് പുറത്തിറക്കുന്ന ഇൽ ഫ്ലോഗിയോ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിളയാണ്. നിളയാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം, നിള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2025 ലോക സന്തോഷ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? കെയറിങ് ആൻഡ് ഷെയറിങ്. കെയറിങ് ആൻഡ് ഷെയറിങ് ആണ് ലോക സന്തോഷ ദിനത്തിൻ്റെ പ്രമേയം. ലോക സന്തോഷ ദിനം എന്നാണ്? മാർച്ച് 20. മാർച്ച് 20 ലോക സന്തോഷ ദിനമാണ്. 2025 തീമാണ് കെയറിങ് ആൻഡ് ഷെയറിങ്. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലോക ജലദിനം മാർച്ച് 22. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയമാണ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ. ഗ്ലേഷ്യർ പ്രിസർവേഷനാണ് 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനമോ? 118. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനം എത്തിയത് ഫിൻലാൻഡും ഇന്ത്യയുടെ സ്ഥാനം 118.
2025 ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? ലബാദ ലേഡീസ് ആണ്. ലബാദ ലേഡീസ് ആണ് 2025 ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. ഈ അടുത്ത് കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് ഷിദിയ റോസ് മലയൻസിസ് എന്ന പുതിയ ഇനം പായൽ കണ്ടെത്തിയത്? കൊല്ലത്താണ്. കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് ഷിദിയ റോസ് മലയൻസിസ് എന്ന പുതിയ ഇനം പായൽ കണ്ടെത്തിയത്? അത് കൊല്ലത്താണ്. അടുത്തിടെ ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഇന്ത്യൻ ദീർഘദൂര ഓട്ടക്കാരി ആരാണ്? അർച്ചന ജാദവാണ്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഇന്ത്യൻ ദീർഘദൂര ഓട്ടക്കാരി ആരാണ്? അർച്ചന ജാദവ്. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 274. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 274. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. പഞ്ചാബ് ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? മാർച്ച് ഓഫ് ഗ്ലോറിയാണ് 1975 ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. 2025 ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ലോക വനദിനം മാർച്ച് 21 അതിൻ്റെ പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ലോക വനദിനം മാർച്ച് 21 അതിൻ്റെ പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം എന്താണ്? രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. 2025 കബഡി വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. 2025 കബഡി വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിലാണ് 2025 കബഡി വേൾഡ് കപ്പിന് വേദി. 2025 മാർച്ചിൽ റഷ്യയും ചൈനയും ഇറാനും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസം ഏതാണ്? സെക്യൂരിറ്റി ബെൽറ്റ് 2025. സെക്യൂരിറ്റി ബെൽറ്റ് 2025 എന്താണ്? റഷ്യ, ചൈന, ഇറാനും സംയുക്തമായി നടത്തിയ നാവികാഭ്യാസമാണ് സെക്യൂരിറ്റി ബെൽറ്റ് 2025. ഏതൊക്കെ രാജ്യങ്ങളാണ്? റഷ്യ, ചൈന, ഇറാൻ. 2025 വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? 2025 വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉച്ചകോടിയുടെ പ്രമേയമാണ് പാർട്ണർഷിപ്പ് ഫോർ ആക്സിലറേറ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻ. പാർട്ണർഷിപ്സ് ഫോർ ആക്സിലറേറ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻ. വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. വേദി ന്യൂഡൽഹിയും പ്രമേയമാണ് പാർട്ണർഷിപ്പ് ഫോർ ആക്സിലറേറ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻ. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് പ്രവർത്തനം ആരംഭിച്ചത്. ലോകത്ത് ക്രയോജനറ്റിക് സാങ്കേതികവിദ്യ കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6. ആറാമത്തെ രാജ്യമായി ഇന്ത്യയാണ് ക്രയോജനറ്റിക് സാങ്കേതികവിദ്യ കൈവരിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ.
ആസിയാൻ രാജ്യങ്ങളുടെ 2025 ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേതാണ്? ആസിയാൻ രാജ്യങ്ങളുടെ 2025 ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യ. 2025 ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായതാരാണ്? ഇന്ത്യ. അതും ഇന്ത്യയാണ്. 2025 ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായതും ഇന്ത്യയാണ്. അടുത്തിടെ ആലപ്പുഴ മാങ്കൊമ്പിലെ നെൽവിത്തു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളാണ് പുണ്യ ആദ്യ. പുണ്യ ആദ്യ എന്താണ്? പുതിയ ഇനം നെൽവിത്തുകളാണ്. എവിടെ വികസിപ്പിച്ച? ആലപ്പുഴ മാങ്കൊമ്പിൽ നെൽവിത്തു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളാണ് പുണ്യ ആദ്യ. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാക്കളാരാണ്? ലാൻഡോ നോറിസാണ്. ലാൻഡോ നോറിസാണ് 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. സെൻട്രൽ ബാങ്കിങ് ലണ്ടൻ ഏർപ്പെടുത്തിയ 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരത്തിന് അർഹത നേടിയതാരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സെൻട്രൽ ബാങ്കിങ് ലണ്ടൻ ഏർപ്പെടുത്തിയ 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരത്തിന് അർഹത നേടിയത്. 2025 ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ്. 2025 ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് 2025 ജേതാക്കളാരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് 2025 ജേതാക്കൾ മുംബൈ ഇന്ത്യൻസ് ആണ്. റണ്ണറപ്പ് ആരായിരുന്നു? ഡൽഹി ക്യാപിറ്റൽസ് ആണ്. റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽസും ജേതാക്കൾ ആരായിരുന്നു? മുംബൈ ഇന്ത്യൻസും. 144ാമത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷൻ്റെ വേദി എവിടെയാണ്? ഗ്രീസാണ്. ഗ്രീസിലാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷൻ്റെ വേദി 144ാമത്. 2025 മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവി ആരാണ്? രമാകാന്ത രഥാണ്. 2025 മാർച്ചിൽ അന്തരിച്ച ഒഡിയ കവിയാണ് രമാകാന്ത രഥ്. 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് ജേതാക്കളാരാണ്? ഇന്ത്യയാണ്. 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. ഫൈനലിലെയും ടൂർണമെൻറ്റിലെയും താരം എ തൃഷയാണ്. ഫൈനലിലെയും ടൂർണമെൻറ്റിലെയും താരം എ തൃഷയാണ്. റണ്ണറപ്പ് ദക്ഷിണാഫ്രിക്കയാണ്. ജേതാക്കൾ ഇന്ത്യയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ജേതാക്കൾ ഇന്ത്യ. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് ന്യൂസിലൻഡാണ്. വേദി പാകിസ്ഥാനാണ്. ഫൈനലിലെ താരം രോഹിത് ശർമ്മ. ഫൈനലിലെ താരം രോഹിത് ശർമ്മ. വേദി പാകിസ്ഥാനാണ്. റണ്ണറപ്പ് ന്യൂസിലൻഡാണ്. ജേതാക്കൾ ഇന്ത്യയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് ന്യൂസിലൻഡാണ്. വേദി പാകിസ്ഥാനാണ്. ഫൈനലിലെ താരം രോഹിത് ശർമ്മയാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമുമായി സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ. 2025 തഹിഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? KP സുധീരയാണ്. KP സുധീരയാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയതാരാണ്? ഇന്ത്യയാണ്. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഇന്ത്യയാണ്.
പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീമിനായുള്ള ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീമിനായുള്ള ആദ്യത്തെ ഫെസിലിറ്റേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത്. ഇസ്ലാമിക നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? സിറിയയാണ്. ഇസ്ലാമിക് നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ച രാജ്യമാണ് സിറിയ. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ടുകൾ അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5. വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അധിഷ്ഠിത സോഫ്റ്റ്വെയറായ പ്രതിബിംബ് മോഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയമാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അധിഷ്ഠിത സോഫ്റ്റ്വെയറായ പ്രതിബിംബ് മോഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം. അടുത്തിടെ ബജറ്റ് ലോഗോയിൽ നിന്നും ദേവനാഗരിയിലുള്ള രൂപചിഹ്നം മാറ്റിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാടാണ് ദേവനാഗരിയിലുള്ള രൂപചിഹ്നം മാറ്റിയ സംസ്ഥാനം. അടുത്തിടെ രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത് ആരാണ്? ജിയോ. ജിയോയാണ് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത്. 2025 QS റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് 2025 QS റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി. വിവാഹശേഷം ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് മാനസിക പീഡനത്തിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? മധ്യപ്രദേശ് ഹൈക്കോടതിയാണ്. മധ്യപ്രദേശ് ഹൈക്കോടതിയാണ് വിവാഹശേഷം ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് മാനസിക പീഡനത്തിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. മൗറീഷ്യസിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം പണികഴിപ്പിക്കാനായി സഹായിക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് മൗറീഷ്യസിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം പണികഴിപ്പിക്കാനായി സഹായിക്കുന്നത്. 2025 മാർച്ചിൽ ആരംഭിച്ച ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസമാണ് ഗൻജർ 2025. ഗൻജർ 2025 ആണ് 2025 മാർച്ചിൽ ആരംഭിച്ച ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസം. ഈ അടുത്ത് കേരളത്തിൽ ഗ്യാസ് ഗാൻഗ്രീൻ എന്ന ബാക്ടീരിയൽ രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഈ അടുത്ത് കേരളത്തിൽ ഗ്യാസ് ഗാൻഗ്രീൻ എന്ന ബാക്ടീരിയൽ രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് കണ്ണൂർ. അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? കഷ് പട്ടേലാണ്. അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് കഷ് പട്ടേൽ. ലഹരി മരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ലഹരി മരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഓഹോ മിസോറാം എന്ന കവിതാ സമാഹാരം എഴുതിയത് PS ശ്രീധരൻപിള്ള. PS ശ്രീധരൻപിള്ളയാണ് മിസോറാം എന്ന കവിതാ സമാഹാരം എഴുതിയത്. 2025 ലോക പൈ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? മാത്തമാറ്റിക്സ്, ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി. ലോക പൈ ദിനം മാർച്ച് 14. മാർച്ച് 14 പ്രമേയമാണ് മാത്തമാറ്റിക്സ്, ആർട്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി.
2025 സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. 2024 സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. 434 ദിവസം ഭൂമിയെ ചുറ്റിയതിനു ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ US സൈന്യത്തിൻ്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിൽ ഏതാണ്? X-37B ആണ്. X-37B ആണ്. 434 ദിവസം ഭൂമിയെ ചുറ്റിയതിനു ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ US സൈന്യത്തിൻ്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിൽ. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക്. അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? കഷ് പട്ടേൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചതാരാണ്? എയർടെല്ലാണ് രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത്. ആഗോള ഭീകരവാദ സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമേതാണ്? ബുർക്കിന ഫാസോ ആണ് 2025 റിപ്പോർട്ട് പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം. 2025 മാർച്ചിൽ പാകിസ്ഥാനിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിൻ ഏതാണ്? ജാഫർ എക്സ്പ്രസ് ആണ്. 2025 മാർച്ചിൽ പാകിസ്ഥാനിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിനാണ് ജാഫർ എക്സ്പ്രസ്. 2025 പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സിൻ്റെ വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. 2025 പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സിൻ്റെ വേദി ന്യൂഡൽഹി. 2025 മൗറീഷ്യസിൻ്റെ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ബഹുമതിക്ക് അർഹനായതാരാണ്? നരേന്ദ്ര മോദിയാണ്. 2025 മൗറീഷ്യസിൻ്റെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ബഹുമതിക്ക് അർഹനായത് നരേന്ദ്ര മോദിയാണ്. 2025 റാംസാർ അവാർഡിന് അർഹനായതാരാണ്? ജയശ്രീ വെങ്കടേശനാണ്. ജയശ്രീ വെങ്കടേശ്വരാണ് 2025 റാംസാർ അവാർഡിന് അർഹനായത്. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രൊജക്റ്റ് ഹിഫാസത്ത് ആരംഭിച്ചത് പഞ്ചാബാണ്. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ഹിഫാസത്ത്. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോകസഭയിൽ അവതരിപ്പിച്ചത് 2025 മാർച്ച് 11 ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോകസഭയിൽ അവതരിപ്പിച്ചത് 2025 മാർച്ച് 11 രാജ്യത്ത് സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത് എയർടെല്ലാണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷം 2025 പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്? INS ഇംഫാലാണ്. INS ഇംഫാലാണ് 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷം 2025 പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ഫിലിപ്പീൻ പ്രസിഡന്റ് ആരാണ്? റോഡ്രിഗോ ആണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ഫിലിപ്പീൻ പ്രസിഡന്റാണ് റോഡ്രിഗോ. ജലാശയങ്ങളുടെ 50 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ജലാശയങ്ങളുടെ 50 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ പിന്നീടുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.